நெல்லிக்காயை பார்த்தீங்களா? 78 വയസ്സുള്ള സാധാരണ നമ്മുടെയൊക്കെ ആൾക്കാർക്ക് 78 വയസ്സായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും തീരുവാണ്. ഇത് ഇവർക്കൊരു ഭയങ്കര എനർജി സ്പിരിറ്റാണ്. അവരവിടെ തന്നെ ആ പാറയുടെ പുറത്ത് വന്നിട്ട് ആ ഷെഡിൽ വന്ന് കിടക്കും. അതിനകത്തൊരു ആ തോട്ടത്തിൽ ഒരു ചെറിയൊരു ജീവി പോലും കയറാണ്ട് വന്ന് കിടക്കും. ഇത് മൊത്തം കാടാ, അതുപോലെ കാടാ കിടന്നത്. പിന്നെ ഇതെല്ലാം വെട്ടി ഞാൻ ഒത്തയ്ക്ക കളസിതാ ഇത് പോട്ടത്. അടുത്ത വർഷം അങ്കുമ്പോൾ നിറയെ കൃഷികൾ ഇടണം, நிறைய பழவர்க்கங்கள் இடணும். நமக்கு மக்களுக்கு வரும்போது பறிச்சு கொடுக்கணும். சார்மார் சொன்னது இது போல 400 கொண்டு வரல, பாட்டி நடுமான்னு கேட்டோம். சரி கொண்டு வாங்க சார், ஏது கொண்டு வந்தாலும் நடலான்னு சொன்னேன். സാർമാർ தான் എനിക്ക് ഫുള്ളും അതേമേ സാർമാർ தான். ആദിവാസി സമൂഹം മുൻകാലങ്ങളിൽ ആഹാരത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് കാട്ടിലെ കിഴങ്ങ് വർഗ്ഗങ്ങളെയും അവർ നട്ട് വളർത്തിയുണ്ടാക്കിയിട്ടുള്ള നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങളെയുമായിരുന്നു. പിന്നീട് ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കിഴങ്ങുകളൊക്കെ നാമാവശേഷമാവുകയും പല കുടികളിലും കിഴങ്ങുകളൊന്നും തന്നെ കാണാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കിഴങ്ങുകളുടെ ഒരു സംരക്ഷണ പരിപാലന കേന്ദ്രം എന്ന നിലയിൽ നറും 100 എന്നുള്ള പദ്ധതി ആരംഭിച്ചത്. ഏതാണ്ട് 40-നും മുകളിൽ തനത് കാച്ചിലുകളുടെ